ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും LifeTones ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒരു അടിപൊളി ഓണത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, നമ്മളും കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും ചാനലിലൊക്കെ അടിപൊളി വിഭവങ്ങളുമായിട്ട് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. സമയം കണ്ടെത്തി നമ്മൾ എല്ലാവരുടെയും വീഡിയോയിലേക്ക് എത്തി നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോകളും കാണണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആകെ 179ഓളം വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ 121 ഷോർട്സുകളുണ്ട്. ഷോർട്സിലെ 100ാമത്തെ ഷോർട്സാണ് മത്തിനെയിൽ മത്തിക്കറി എന്ന അടിപൊളിയാണ് ഷോർട്സ്. ഏതാണ്ട് 1.2 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതരും ആ വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിന് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ്. ഇനിയും നമ്മുടെ ഷോർട്സുകൾ ഇഷ്ടംപടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി എല്ലാ ദിവസവും തന്നെ ഷോർട്സ് ഇടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വീഡിയോകൾ ഇടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി നെയ്മീൻ കറിയാണ് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരോടൊക്കെ പറയണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. 1 കിലോ നെയ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ളതായിരുന്നു. അതുകൊണ്ട് 4 എണ്ണം ഉണ്ട്. കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്മീൻ നല്ല വിലയും നല്ല രുചിയും ഒരുപാട് ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു മത്സ്യമാണ് നെയ്മീൻ. മുള്ള് വളരെ കുറവാണ്. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു അടിപൊളി ഐറ്റമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരല്പം കല്ലുപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാം. അതിലേക്ക് ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഉലുവയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇത്തിരി കൂടുതലിട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് മതിയാവും. ഒരു 4-5 ചെറിയ പച്ചമുളകും കൂടി പിളർന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വലിയ തക്കാളി നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പം പല തരത്തിലാണ് അരിയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുക്ക് ചെയ്യുന്ന മീനായാലും ഇറച്ചിയായാലും ചെമ്മീനായാലും അതിൻ്റെ ആ ഭംഗിക്ക് അനുസരിച്ചാണ് നമ്മൾ അതിൽ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെയ്മീൻ്റെ ഒരു പീസിൻ്റെ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് നീളത്തിൽ തക്കാളി അരിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു രസമുണ്ട്, കാണാനൊരു ഭംഗിയുണ്ട്. ഇനി നമുക്ക് നേരെ അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1.5 സ്പൂണ്, നിറത്തിന് വേണ്ടിയിട്ട് 1 സ്പൂണ് കാശ്മീരി ചില്ലി, കൂടുതൽ ഇടണ്ട. മുളക് പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഫിഷ് മസാല 2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂൺ മാത്രം ചേർക്കാം. എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നത്. സാധാരണ ഫിഷിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിച്ചത് അവസാനം ചേർത്ത് ചെറിയ തീയിൽ ഈ പൊടികളുടെ പച്ചപ്പ് മാറും വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിക്ക് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ കൂട്ടുകളെല്ലാം നല്ല ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത്തിരി സമയത്തിന് ശേഷം നല്ല വിളഞ്ഞ തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ആദ്യം ചേർത്ത് തീയെ അല്പം കൂട്ടിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉടഞ്ഞു പോവാതെ വേണം ഇളക്കുവാൻ. അവസാനമായിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നെയ്മീൻ മസാലയും എണ്ണയും തേങ്ങാപ്പാലിലും എല്ലാം ചേർന്ന് വെന്ത് നല്ല രുചിയായിട്ട് അടിപൊളിയായിട്ട് കാണാൻ നല്ല ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്മീൻ അടിപൊളിയായിട്ട് കുക്കായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ അതിൻ്റെ പരുവം നോക്കി നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ തേങ്ങാപ്പാലിന് നല്ല തിക്കായിരിക്കും. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം
നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്മീൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മിന്നി തിളങ്ങി കൊതിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനു വേണേലും അടിപൊളിയാണ് നെയ്മീൻ കറി. കൂട്ടുകാർ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. ഹായ്, അപ്പോൾ എല്ലാവർക്കും നെയ്മീൻ കറി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെല്ലാം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ പോകുന്നു. എല്ലാവർക്കും താങ്ക് യു.